dear children, today our maths class, let us start our new unit, that is decimal methods. Decimal methods. നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ പേരിനെന്ന ഡെസിമൽ മെത്തേഡ്സ്. നമ്മുടെ ഫ്രാക്ഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആയില്ലേ? ഫ്രാക്ഷൻ കംപ്ലീറ്റ് ആയി, ഫ്രാക്ഷനിലെ എല്ലാ പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഡെസിമൽ മെത്തേഡ്സ് ആണ്. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? നമ്മുടെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്, ഡെസിമൽ ഫോംസിൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എന്താ പറയുന്നത്? നമ്മുടെ പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 68 അല്ലേ? എ വയർ ഓഫ് ലെങ്ത് 43 centimeter. A long wire that is 43 centimeter cut into 10 equal pieces. What is the length of each pieces? അതായത് ഒരു 43 centimeter ഉള്ള ഒരു വയർ 10 ഈക്വൽ പീസസ് ആക്കി മാറ്റി. അതിനെ എന്താക്കി ഡിവൈഡ് ചെയ്ത്? 10 ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭാഗം എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാലോ, നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ചിൽഡ്രൻ, ഹിയർ ലെങ്ത് ഓഫ് ദി വയർ, വയറിൻ്റെ ലെങ്ത് എത്ര എന്നാണ് പറയുന്നത്? 43 centimeter ആണ്. അതിനെ നമ്മൾ എത്ര ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു? 10 ഭാഗങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെ ഈക്വൽ പീസസ് ആണല്ലോ, ഈക്വൽ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെയും നീളം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. മക്കൾ, നമുക്കറിയാം, നമ്മൾ ഡെസിമലിനെ നമ്മൾ 6th സ്റ്റാൻഡേർഡ് ഓൾറെഡി പഠിച്ചതാണ് ഡെസിമലിന്. അത് നമ്മൾ ഇവിടെ നമുക്ക് 43നെ 10 ഡിവൈഡ് ചെയ്യാനാണ് പഠിക്കുന്നത്. അതായത് 43 ടോട്ടൽ ഉണ്ടായിരുന്നു, നമ്മൾ അതിനെ 10 ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗവും എത്രയാണ്? ഈക്വൽ ആയിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഓരോ ഭാഗവും എത്രയാണ് ചോദിക്കുക. മക്കളെ, ഇവിടെ നമ്മൾ ഒരു നമ്പറിനെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെ ചെയ്യും? അത് നമുക്ക് എളുപ്പമാണ്. ആദ്യം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിന് മുമ്പ് അതിൻ്റെ ബേസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനല്ലോ. അപ്പോൾ 43നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നമ്മൾ എങ്ങനെ ചെയ്യാം? 4 10s are 40. Then 3. നമുക്കിവിടെ കിട്ടിയ ഉത്തരം എത്രയാണ് മക്കളെ? 4. Then 3/10. ഇതൊക്കെ നമ്മൾ എഴുതാൻ പഠിച്ചതല്ലേ? ഫ്രാക്ഷൻ്റെ നമ്മളതൊന്നും പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 3/10 എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. ഓരോ ഭാഗവും 3/10 സെൻറ്റിമീറ്റർ ആണ് മക്കളെ. ഓരോ ഭാഗവും 3/10 സെൻറ്റിമീറ്റർ ആണ് മക്കളെ. ഇവിടെ 4 ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? ഈ നമ്പർ 43 അതുപോലെ എഴുതുന്നു. പിന്നെ ഇവിടെ ഫ്രാക്ഷൻ്റെ ഇവിടെ /10 ആണ്. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ നമുക്കറിയാം ഉത്തരം എന്താണ് വരുന്നത്? 4.3. 4.3 ആണ്. ഓരോ ഭാഗം എത്രയാണ്? 4.3. 4.3 എന്ന് പറഞ്ഞാൽ എന്താ? 4 സെൻറ്റിമീറ്റർ ആൻഡ് 3 millimeter എന്നാണ് പറയുന്നത് അല്ലേ? 3/10 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 millimeter. അതായത് ഇവിടെ 4 എന്ത് വന്നു? ഓരോ ഭാഗവും 4 centimeter വന്നു. ബാക്കി ഇവിടെ 3 ഉണ്ട്. 3 10 ആയാലാണ് സെൻറ്റിമീറ്റർ ആവുള്ളൂ അല്ലേ? അപ്പോൾ ബാക്കി ഇവിടെ 3 10 ആവാൻ 7 കൂടെ വേണം. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതിയാൽ മതി? 4.3 centimeter എഴുതുന്നത്. ഓരോ ഭാഗവും 4.3 centimeter ആണ് വരുന്നത്. അത് നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നു? ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയേക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് 4 3/10 ആയിരുന്നു. 4 സെൻറ്റിമീറ്ററും 3/10 10 എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലിമീറ്റർ. അതായത് 4.3. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. നമ്പറിൻ്റെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ എന്താണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായി. ക്ലിയർ ആയോ മക്കളെ? വാട്ട് വാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എ വയർ ലെങ്ത് 439 meter ലോങ്. ഒരു വയറുണ്ട് 439 meter ലോങ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്മൾ 100 ഈക്വൽ പീസസ് ആക്കി ഡിവൈഡ് ചെയ്തു. 439 ലെങ്ത് ഉള്ള ഒരു വയറിനെ നമ്മൾ 100 ഈക്വൽ പീസസ് ആയി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഭാഗവും എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. മക്കളെ, ഇവിടെ 439നെ എത്ര ഭാഗങ്ങളാക്കണം? 100 ഭാഗങ്ങളാക്കണം. 100 പീസസ്. അതായത് 439/100. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 439/100. അപ്പോൾ നമുക്കറിയാം 400 that is 4 into 100 400. Balance 39. So here answer is 439/100. 439/100 ഡെസിമലിലേക്ക് എങ്ങനെയാണ് ആക്കുന്നത്? നമുക്കറിയാം 439 ആണ്. ഒരു നമ്പറിനെ /100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി. ഇത് ഒരു സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനം മാറ്റി എന്ത് ചെയ്യുന്നു? പോയിന്റ് ഇടുന്നു. അപ്പോൾ എന്താണ്? 4 meter
മീറ്ററും 39 സെൻറ്റിമീറ്ററും ആയിരിക്കും. 4 മീറ്റർ നമ്മളിവിടെ എഴുതിയല്ലോ, 4 മീറ്റർ. ബാക്കി 39 എന്താണ് സെൻറ്റിമീറ്റർ. കാരണം നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഇത് എന്താണ്, സെൻറ്റിമീറ്ററേ ഉള്ളൂ, 39 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അത് 100 ആയാലാണ് എന്താവുള്ളൂ, 100 ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ മീറ്റർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ 4 ആണ് മീറ്റർ, ബാക്കി 39 എന്താണ്, സെൻറ്റിമീറ്റർ ആണ്. സോ ഓരോ ഭാഗവും 4.39 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഓരോ ഭാഗത്തിൻ്റെ നീളം എത്രയാണ് വരുന്നത്, 4.39 സെൻറ്റിമീറ്റർ എന്ന് വരും. ഈ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയോ? ഒന്നുകൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊരു നമ്പറിനെയും ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. ഏതൊരു നമ്പറിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ എഴുതി അതിന് ശേഷം 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. ഏതൊരു നമ്പറിനെയും 1000 കൊണ്ടാണ് മക്കളെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറിനെ 3 സ്ഥാനം മാറ്റി എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ 10,000 ആകുമ്പോൾ എന്തായിരിക്കും, 4 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. ക്ലിയർ ആയോ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ മക്കളെ. ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാ, 45.6. ഇവിടെ ഈ നമ്പർ നോക്കിയേ, 6 കഴിഞ്ഞ് ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നത് എപ്പോഴാണ്, ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നത്. സോ 45.6 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിന് എന്തുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ്, 10 കൊണ്ടാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 456/10 എന്ന് വെച്ചാൽ ആ നമ്പറിനെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. സോ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം, 456/10. നെക്സ്റ്റ് 45.06 ആണ്. 45 അത് കഴിഞ്ഞ നമ്പർ നമ്മൾ എങ്ങനെയാണ് മക്കളെ വായിക്കുക, ഓരോന്ന് സെപ്പറേറ്റ് എഴുതിയാണ് വായിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ നമ്പർ അതുപോലെ എഴുതാം. എഴുതി ഇവിടെ എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് ഇട്ടേക്കുന്നത്, 2 സ്ഥാനം അല്ലേ, 2 പ്ലേസ് ആഫ്റ്റർ പോയിന്റ്. 2 പ്ലേസ് ആഫ്റ്റർ പോയിന്റ് എന്ന് പറയുമ്പോൾ ആ നമ്പറിനെ എന്തുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, 100 കൊണ്ട്. കാരണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര പ്ലേസ് മാറ്റിയാണ് പോയിന്റ് ഇടുന്നത്, 2 പ്ലേസ് മാറ്റി. സോ ഇവിടെ എന്താണ് പറയുന്നത്, 45.06 എന്ന് പറയാം 4506/100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നത്, ഈ ഉത്തരം കിട്ടുന്നത്. അടുത്തത് നോക്കിയേ, 45.67 ആണേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 2 പ്ലേസ് ആഫ്റ്റർ ആണ് എന്ത് എഴുതിയിരിക്കുന്നത്, പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിം, എന്തുകൊണ്ടാണ് 45.67/100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 2 സ്ഥാനം മാറ്റി പോയിന്റ് വന്നത്. സോ ഇവിടെ ഈ പോയിന്റ് കാണുമ്പോൾ നമുക്കറിയാം എത്ര സ്ഥാനം മാറ്റി എന്തായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥാനം മാറ്റിയ പോയിന്റ് നമുക്ക് എന്തറിയാം, നമുക്കവിടെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4.506. അപ്പോൾ നോക്കി 1 2 3 3 സ്ഥാനത്തിന് ശേഷമാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ നമ്പർ അതുപോലെ എഴുതുന്നു. എന്നിട്ട് 3 സ്ഥാനത്തിന് ശേഷം മാത്രമാണ് പോയിന്റ് വന്നിരിക്കുന്നത്. നമ്മൾ അവനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ, യെസ് മക്കളെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ബൈ 1000. ഈ ഫ്രാക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡെസിമലിലേക്ക് എഴുതുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ, നെക്സ്റ്റ് നമ്പർ അതുപോലെ എഴുതുക. നോക്കിക്കേ, എന്തുകൊണ്ട് അത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് എടുക്കുന്നത്, 2 പ്ലേസ് ആഫ്റ്റർ ആണ് പോയിന്റ്. 2 പ്ലേസ് ആഫ്റ്റർ ആണ് പോയിന്റ്. 1 2 ദെൻ മീൻസ് ബൈ 100 കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കേണ്ടത്, ഡിവൈഡ് ചെയ്തിരിക്കേണ്ടത്. നോക്കിയേ, ഇവിടെ ഡെസിമൽ തന്നു, ഡെസിമലിനെ നമ്മൾ എന്താക്കി, ഫ്രാക്ഷനിലേക്ക് ആക്കി. ഇനി ഇവിടെ ഇതിൻ്റെ ഫ്രാക്ഷൻ തന്നു, നമുക്ക് എന്തും ആക്കാം, ഡെസിമലും ആക്കാം. ബൈ 10 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു, ബൈ 100 ആണെങ്കിൽ 2 പ്ലേസ് ആഫ്റ്റർ പോയിന്റ്, ബൈ 1000 ആണെങ്കിൽ 3 പ്ലേസ് ആഫ്റ്റർ പോയിന്റ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ വരാതെ ഫ്രാക്ഷനിലെ ഡെസിമലിലേക്ക് ആക്കാനും ഡെസിമലിലെ ഫ്രാക്ഷനിലേക്ക് ആക്കാനുള്ള കുറേ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കിൽ ചെയ്ത് പഠിക്കുക. Then it will be easy. Okay.